ശരീരം തളർന്നപ്പോഴും തമ്പാച്ചൻ തകർന്നില്ല. പക്ഷേ കൃഷിനാശത്തിന്റെ വക്കിലെത്തിയപ്പോൾ തമ്പാച്ചന്റെ മനസ്സും ശരീരവും തളർന്നു. 5000-ലേറെ വാഴകൾ വിളവെത്തും മുമ്പേ കരിഞ്ഞു വീണു. പത്തനംതിട്ട കലഞ്ഞൂർ കൊല്ലമ്പടി ഓലിക്കൽ ടിനു ഭവനിൽ OG തമ്പാച്ചൻ എന്ന കർഷകൻ മുറിഞ്ഞകൽ കല്ലുവിള ഭാഗത്ത് പാട്ടത്തിനെടുത്ത 7 ഏക്കർ സ്ഥലത്തെ 5000-ഓളം വാഴകളാണ് കടുത്ത ചൂടിൽ കരിഞ്ഞു വീണത്. ഇനി തനിക്കും കുടുംബത്തിനും ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ എന്ന് തമ്പാച്ചൻ പറയുന്നു. എൻ്റെ പകുതിയേ ഉള്ളൂ ജീവന്, ബാക്കി ജീവനില്ല. എന്നിട്ട് ഞാൻ ഈ മുരിപ്പെല്ലാം കയറി ഓരോ വാഴയുടെ ചുവട്ടിനും പോയി ഓരോ ദിവസം പണിക്കാരെ നിർത്തിയാണ് ചെയ്യുന്നതെങ്കിലും എന്നെക്കൊണ്ട്, കാരണം കൃഷിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ജീവിതത്തിൽ കടം മാത്രമേ ഉള്ളൂ. കടം വന്ന് ഓരോ ദിവസം നാളെ അടുത്ത വർഷം വീടുമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന. അപ്പോൾ ഓരോരുത്തരുടെ നിന്ന് കടം മേടിക്കുമോ, അറിയാവുന്നവരോടെല്ലാം കടം മേടിക്കും, ബ്ലേഡുകാരുടെ നിന്ന് മേടിക്കും, ബാങ്കിൽ നിന്ന് എടുക്കും. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആരോട് പറയണം എൻ്റെ ഗതി? 2 വർഷം മുമ്പുണ്ടായ കനത്ത കാറ്റിലും വന്യമൃഗശല്യത്തിലും 3000-ലേറെ വാഴകളാണ് തമ്പാച്ചന് നഷ്ടപ്പെട്ടത്. അന്ന് കൃഷിയിടത്തിൽ തളർന്നു വീണാണ് തന്റെ ഇടതുഭാഗം തളർന്നുപോയത്. വീണ്ടും തളർന്ന ദേഹവും തളരാത്ത മനസ്സുമായി കൃഷി തുടരുമ്പോഴാണ് ഈ വലിയ ദുരന്തം തമ്പാച്ചനെ തകർക്കുന്നത്. പാതി വിളവെത്തിയ 5000-ലേറെ വാഴകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കരിഞ്ഞുണങ്ങി. ചൂടിൽ തണ്ടിന്റെ പകുതി ഭാഗത്ത് വെച്ചാണ് വാഴകൾ ഒടിഞ്ഞു വീഴുന്നത്. വാഴക്കുലകൾ കരിക്കട്ട പോലെ ആയിരിക്കുന്നു. 10 വർഷമായി സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ് തമ്പാച്ചൻ കൃഷി ചെയ്തത്. വാഴയൊന്നിന് 12 രൂപയാണ് പാട്ട നിരക്ക്. കൂടാതെ 200-ലധികം രൂപ വീതം ഓരോ വാഴയ്ക്കും ചെലവാകും. ഇതാ സംഭവം. ഒരു ദിവസം കടന്നാൽ മതി അതുപോലെ കരിഞ്ഞുണങ്ങി അങ്ങ് പോകും. കാരണം നമ്മളിന്ന് രാവിലെ ഒന്ന് നോക്കിയിട്ട് പോകുകയാണെങ്കിൽ പിറ്റേ ദിവസം കണ്ടതല്ലോ. ഇന്നലെ വീണതായത് മണ്ടയ്ക്കൊന്ന് കരിഞ്ഞ്. നമ്മളിപ്പോൾ വന്നിപ്പോൾ എത്ര മണിയായി? ഇപ്പം കൂടി വന്ന് ഇത്ര സമയമാണ്. അതിന് മുമ്പേ കരിഞ്ഞ ആ വെയിലിൻ്റെ ശക്തി നോക്കിക്കോണം എന്തുമാത്രം ഉണ്ടെന്ന്. അതുപോലെ എൻ്റെ ഈ വാഴയെല്ലാം കരിഞ്ഞ് 10,000-4000 വാഴ ഒടിഞ്ഞ് ഇത്രയും കിടക്കുന്നത്. 1 രൂപയ്ക്ക് എനിക്ക് പ്രയോജനമില്ലായിരുന്നു. 2 ബാങ്കുകളിലായി 6 ലക്ഷം രൂപയോളം വായ്പയെടുത്തത് കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും പലിശക്കാരിൽ നിന്നും പണം വാങ്ങി ശരീരത്തിന്റെ തളർച്ച മറന്ന് ഇദ്ദേഹം വാഴത്തൈകൾ തളരാതെ പരിപാലിച്ചു. എന്നാൽ 2 തവണയായി വാഴകൃഷികൾ നശിച്ചതോടെ 15 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയാണ് തമ്പാച്ചന്റെ സമ്പാദ്യം. ഉണങ്ങിക്കരിഞ്ഞ വാഴക്കുലകളെ നോക്കിക്കൊണ്ട് തമ്പാച്ചന്റെ കണ്ണു നിറയുമ്പോൾ ഏതൊരാളുടെയും ഹൃദയം വിങ്ങും. സന്തോഷ് നിലയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.